ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാന്താരി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വിഷരഹിതമായ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഹോട്ടൽ ഭക്ഷണം കഴിക്കാതെ അതേ രുചിയിൽ നാച്ചുറലായി നമുക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്പനേരത്തെ പരിശ്രമം കൊണ്ട് നമുക്കും വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കാം. സൂപ്പറാണ്, കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കാന്താരി ചിക്കനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കാന്താരി തന്നെ ഇരിക്കട്ടെ ആദ്യം. പച്ചക്കുരുമുളക് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാട്ടോ. ഇനി പച്ചക്കുരുമുളക് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. കുറച്ച് കറിവേപ്പില എടുക്കാം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ. 6-7 വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടി എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങ നീരല്ലാത്ത ബാക്കി എല്ലാ സാധനവും മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പം ഇത്രയും തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ അരച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിക്കനിലേക്ക് ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്ത് വയ്ക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അരച്ചെടുത്തത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കോൺഫ്ലോറും അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ടും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം, എന്നാലാണ് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് അതൊന്ന് ശരിയായി കിട്ടുള്ളൂ. ഈ അരപ്പിൻ്റെ മണം കേട്ടാൽ തന്നെ അറിയാം സംഗതി പൊളിയാണെന്ന്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും അത് അവിടെ ഇരിക്കട്ടെ, എന്നാലാണ് അതിനകത്തേക്ക് എല്ലാം പിടിച്ച് സെറ്റാവുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. എല്ലാം നല്ലപോലെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് കറിയാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ മസാലയൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ചാടിപ്പോകും. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ പരസ്പരം തൊടാതെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും വേവാതെ പുറം ഭാഗം കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. സമയമെടുത്ത് തന്നെ വേവിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല. ഇപ്പോൾ ഇതാ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ സമയമെടുത്ത് വേവിക്കണം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കഷ്ണങ്ങളും മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് പയ്യെ ഫ്രൈ ആയി വരട്ടെ. ഉൾഭാഗം കുറച്ചുകൂടി വേവാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നുകൂടി മറിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. അതും കൂടി വറുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, നമ്മുടെ കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയുമാണ്, അതുപോലെ ജ്യൂസിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം.